A+2 സ്വാഗതം. ഈ ചാനലിൽ വളരെയധികം എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഭൂമിയുടെ തരം മാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഡേറ്റാ ബാങ്ക് നിലവിൽ വന്നതിന് ശേഷം പല ആളുകൾക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള നിരവധി സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ 40-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായും ഇതിലെ ഈ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് ഡേറ്റാ ബാങ്ക് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് നിരവധി എപ്പിസോഡുകൾ കാണാൻ കഴിയും. മുമ്പ് ചെയ്തിട്ടുള്ള എപ്പിസോഡുകളിലൊക്കെ തന്നെ പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, വീട് വെക്കുന്നതിന് അനുമതിക്ക് വേണ്ടി ഏത് ഫോറത്തിൽ അപേക്ഷ നൽകണം എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും പലരും പല എപ്പിസോഡുകളിലായി ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരമാണ്. ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 2008 നിലവിൽ വന്നിട്ടുള്ള നിയമമാണിത്. ഈ നിയമപ്രകാരം ചില ഫോറങ്ങൾ പറയുന്നുണ്ട്. ഫോറം നമ്പർ 1 എന്നുള്ളതാണ് വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിക്കായി നമ്മൾ അപേക്ഷ നൽകാൻ ഉള്ളത്. അതുപോലെ ഫോറം നമ്പർ 5 എന്ന് പറയുന്നത് ഡേറ്റാ ബാങ്കിലെ ഉള്ളടക്കം തിരുത്തുന്നതിന് വേണ്ടി ഉള്ളതാണ്. 20.26 കുറവുള്ളതും വിജ്ഞാപനം ചെയ്യപ്പെടാത്തതും, അതായത് ഡേറ്റാ ബാങ്കിൽ വരാത്തതുമായ ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം വരുത്താൻ ഫോറം നമ്പർ 6 കൊടുക്കണം. നമ്മുടെ ആധാരത്തിൽ അല്ലെങ്കിൽ റവന്യൂ റെക്കോർഡ്സിലൊക്കെ തന്നെ നിലമായി കിടക്കുന്നതാണ്. DBയിൽ ഡേറ്റാ ബാങ്കിൽ വന്നിട്ടില്ല. ഇനി വിജ്ഞാപനം ചെയ്യപ്പെടാത്തതും 20.236 കൂടുതലുള്ളതുമായ ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം നമ്മൾ വരുത്തുന്നെങ്കിൽ ഫോറം നമ്പർ 7 കൊടുക്കാൻ. 6ഉം 7ൻ്റെയും വ്യത്യാസം മനസ്സിലായല്ലോ. അതിൻ്റെ ഏരിയ, ഭൂമിയുടെ വിസ്തീർണം എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ഫോറങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഫോറം നമ്പർ 9 കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1967 ജൂലൈ 4 മുമ്പ് നികന്നതോ ആയ ഭൂമിയുടെ റവന്യൂ രേഖകളിൽ തരം മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫോറം നമ്പർ 9 കൊടുക്കാനുള്ളത്. ആദ്യം നമ്മൾ 6, നമ്മൾ 7, 5 ഒക്കെ കൊടുത്ത് നമ്മളിങ്ങനെ തരം മാറ്റി കഴിയുമ്പോൾ റവന്യൂ റെക്കോർഡ്സിൽ ആ ഭൂമി നിലമെന്നോ പാടമെന്നോ തന്നെ കിടക്കുന്നതും നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇത് ആദ്യത്തെ സ്വഭാവ വ്യതിയാനം കഴിഞ്ഞതിന് ശേഷമാണ് ഫോറം നമ്പർ 9 കൊടുത്ത് നമ്മളിത് മാറ്റാനുള്ളത്. പിന്നെ ഫോറം നമ്പർ 6 കൊടുത്ത് നമ്മൾ ഈ സാങ്ഷൻ വാങ്ങിയാലും 7 കൊടുത്ത് സാങ്ഷൻ വാങ്ങിയാലും നമുക്ക് ഈ ഫോറം നമ്പർ 9 കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഫോറത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ആയെങ്കിൽ വീട് വെക്കുന്നതിന് അനുമതിക്കായി നമ്മൾ കൊടുക്കേണ്ട ഫോറം നമ്പർ 1 കുറിച്ച് പറയാം. ഇത് നിങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? revenue.kerala.gov.in എന്ന സൈറ്റിൽ വഴിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ. സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ആ നിലയിൽ ചെയ്യാം. ഇതൊരു പ്രിൻ്റഡ് ഫോറമാണ്. ഈ ഫോറം നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അല്ല എങ്കിൽ നിങ്ങൾ വില്ലേജോ ഓഫീസിലോ മറ്റോ ഒക്കെ പോയാൽ അതിൻ്റെ ഒരു മാതൃക കിട്ടും. പക്ഷേ അതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ടാണ് ഈ വീട് വെക്കുന്നതിന് വേണ്ടി ഭൂമി തരം മാറ്റുന്നത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കാൻ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. വീട് വെക്കുന്നതിന് പഞ്ചായത്തിലാണെങ്കിൽ 10ഉം ഈ നഗരപ്രദേശങ്ങൾ ആണെങ്കിൽ 5 സെൻറ്റുമാണ് നമുക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള നികത്താനായിട്ട് അനുമതി ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഏത് ഫോറം കൊടുത്താലും നിങ്ങൾ ഒരു 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നിങ്ങൾ ഒട്ടിച്ചിരിക്കുകയും വേണം. ഇനി ഫോറം നമ്പർ 1 കൊടുക്കുന്നു. എല്ലാ ഫോറത്തിലും ചില കാര്യങ്ങൾ സെയിം ആണെങ്കിലും ചില വ്യത്യാസപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആദ്യം നമ്മൾ ഈ ഫോറം നമ്പർ 1 കൊടുക്കുമ്പോൾ വീട് വെക്കുന്നതിന് അനുവാദത്തിനായി നമ്മൾ കൊടുക്കുന്ന ഫോറം നമ്പർ 1 പേര് കൊടുക്കണം. പേര് എഴുതേണ്ടതുണ്ട്. നമ്മളെ വിലാസം കൊടുക്കേണ്ടതുണ്ട്. ഈ മേൽവിലാസം, നമ്മൾ കൊടുക്കുന്ന വിലാസത്തിൽ നമുക്ക് സ്വന്തമായി വീടുണ്ടോ എന്ന് നമ്മൾ എഴുതേണ്ടതുണ്ട്. അഥവാ വീട് ഉണ്ടെങ്കിൽ ആരുടെ പേരിലാണ് ആ വീട് എന്ന് നമ്മൾ എഴുതേണ്ടതുണ്ട്. മറ്റൊരു കോളം നിങ്ങൾ പൂരിപ്പിക്കാനുള്ളത് സംസ്ഥാനത്ത് മറ്റേതെങ്കിലും സ്ഥലത്ത് നമുക്ക് ഭൂമി ഉണ്ടോ എന്നുള്ളത് നമ്മൾ എഴുതേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നീട് നമ്മളെ പ്രൊഫഷൻ, തൊഴിൽ എന്താണെന്ന് എഴുതണം. ഇനി നമുക്ക് പരിവർത്തനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പാടം അല്ലെങ്കിൽ വയൽ, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം.
അത് എവിടെയാണ്, താലൂക്കിൻ്റെ പേര് കൊടുക്കണം, വില്ലേജിൻ്റെ പേര് കൊടുക്കണം, സർവേ നമ്പർ കൊടുക്കണം, അത് ഏത് തദ്ദേശ സ്ഥാപന പരിധിയിൽ വരുന്നതാണ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അതിൻ്റെ പരിധിയിൽ വരുന്നതെന്ന് നമ്മൾ കൊടുക്കണം, അതിൻ്റെ ഏരിയ, അതിൻ്റെ വിസ്തീർണം എത്രയാണ് നമ്മൾ കൊടുക്കണം, വഴി സൗകര്യവും നമ്മൾ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. വഴി സൗകര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദ വിവരം നമ്മൾ കൊടുക്കണം, വഴിയുടെ വീതി ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് നമ്മൾ പൂരിപ്പിച്ച് ഈ ഫോറം നമ്പർ 1 കൊടുക്കാനുള്ളത്. അതിൻ്റെ ആ ഫോറത്തിൽ തന്നെ ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കാനുണ്ട്. അത് പ്രത്യേകം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഡിക്ലറേഷൻ താഴെ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിലുള്ള വേർഡിങ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇതാണ്: ഈ ഭൂമി പരിവർത്തനം ചെയ്യുന്ന ഈ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ ഭൂമി രൂപാന്തരപ്പെടുത്തിയാൽ പാരിസ്ഥിതിക വ്യവസ്ഥയെയോ ഈ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന നെൽവയലിലെ കൃഷിയെയോ പ്രതികൂലമായി ബാധിക്കുന്നതല്ല എന്നും എൻ്റെ പേരിലോ കുടുംബാംഗത്തിൻ്റെ പേരിലോ ഈ ആവശ്യത്തിന്, അതായത് വീട് വെക്കുന്നതിന് വേണ്ടി പറ്റിയ ഭൂമി ഈ ജില്ലയിൽ ഒരിടത്തും ഇല്ല എന്നും കെട്ടിടം എൻ്റെ സ്വന്തം താമസത്തിനു വേണ്ടിയാണ് ഞാൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും ഇത് നികത്താനുള്ള നെൽവയൽ മറ്റ് നെൽവയലുകളാൽ ചുറ്റപ്പെട്ടതല്ലെന്നും ഞാനിപ്പോൾ നമ്മൾ ഒരു ഡിക്ലറേഷനിൽ നമ്മൾ എഴുതിയല്ല, അതിൽ പ്രിൻ്റഡ് ഉണ്ട് തന്നെ, അതിനകത്ത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് പ്രത്യേകം പരിശോധിക്കപ്പെടുന്നത്. ഈ കാര്യങ്ങൾ അഗ്രികൾച്ചർ ഓഫീസർ, കൃഷി ഓഫീസർ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഈ ഡിക്ലറേഷനിൽ ഇത്രയും നിങ്ങൾ എഴുതേണ്ടതാണ്. അതിൻ്റെ താഴെ ഒപ്പിട്ട് കൊടുക്കേണ്ടതുമാണ്. വില്ലേജ് ഓഫീസറും ഇതിൻ്റെ താഴെ റിപ്പോർട്ട് ചെയ്യേണ്ട അതോറിറ്റിയാണ്, അഗ്രികൾച്ചർ ഓഫീസറും റിപ്പോർട്ട് ചെയ്യേണ്ട അതോറിറ്റിയാണ്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത്. ക്ലിയർ? മറ്റ് ഫോറങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം. ഫോറം നമ്പർ 6 കൊടുക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, 7 കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, 9 ഫോറം ഈ റവന്യൂ റെക്കോർഡ്സിൽ നമ്മുടെ ഭൂമിയുടെ തരം മാറ്റുന്നതിന് വേണ്ടി കൊടുക്കുന്ന അപേക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വിവരം പറയാം. എന്തായാലും ഈ എപ്പിസോഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിലം നികത്തലുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പൂർണ്ണമായും തന്നെ മാറിക്കിട്ടും. സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒരുപാട് പേര് ഇൻഡിവിജ്വലായിട്ടുള്ള അവരുടെ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. ദയവായി മനസ്സിലാക്കുക, ഓരോരുത്തർക്കും എനിക്ക് മറുപടി നൽകാനുള്ള സമയക്കുറവുണ്ട്. താല്പര്യക്കുറവ് എന്നല്ല, സമയക്കുറവുണ്ട്. രണ്ടാമത്, ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ റിജക്റ്റ് ചെയ്തുകൊണ്ട് അപേക്ഷ വന്നു കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കുന്നത് സംബന്ധിച്ച് ചിലരൊക്കെ വിളിക്കുന്നുണ്ട്. ഈ അപ്പീൽ എന്ന് പറയുന്നതൊക്കെ കൊടുക്കാൻ നിങ്ങൾ ഈ ഫോണിലൂടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കതായ അഡ്വൈസ് നിങ്ങൾക്ക് തരാനൊന്നും കഴിയില്ല. കാരണം രേഖകൾ പരിശോധിക്കണം. നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്ത് തന്നിട്ടുള്ള ആ നോട്ടീസിനകത്ത് എന്താണ് കാരണം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ഭൂമിയുടെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആധാരം പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ രേഖകളൊന്നും പരിശോധിക്കാതെ ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാൻ ആർക്കും കഴിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ആ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമായ അഡ്വൈസ് നിങ്ങൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അതാദ്യമേ പറയുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പീൽ തന്നെ കൊടുക്കുന്നതും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നതല്ലെന്ന് ആദ്യം ദയവായി മനസ്സിലാക്കുക. നിയമപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഫോണിലൂടെ എന്തെങ്കിലും നിങ്ങൾ പറയുന്നതിൽ പകുതിയും പലപ്പോഴും വസ്തുതാപരമായി ഇല്ലെങ്കിൽ ഉപദേശം നൽകാൻ പറ്റിയ തരത്തിലുള്ള വിവരങ്ങളല്ല പലരും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നത്. ഒറ്റ വരിയിലും ഒറ്റ വാക്കിലും ഒരു 2 സെൻറ്റൻസിലുമൊക്കെ വിവരം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. നിയമപരമായ കാര്യങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. രേഖകളായിട്ട് വരുന്ന ആളുകൾക്ക് കൃത്യമായും ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും ഈ നിലം നികത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഇനിയും എപ്പിസോഡുകൾ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്താൽ സന്തോഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം.